ഹായ് ഫ്രണ്ട്സ്, പാലക്കാടിൻ്റെ മറ്റൊരു സവിശേഷത കൂടിയായ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന അമ്പലം ഒന്ന് കണ്ടാലോ. ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലാണ് രഥോത്സവം നടക്കുന്നത്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലുള്ള കൽപ്പാത്തി ഗ്രാമത്തിലാണ് രഥോത്സവം നടക്കുന്നത്. ഈ ക്ഷേത്രം നിളാനദി എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ കൈവഴിയായ കൽപ്പാത്തിപ്പുഴയുടെ തീരത്താണ്. ഇതിൻ്റെ ഐതിഹ്യമായി പറയുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിച്ച് മടങ്ങിയ തമിഴ്നാട് മായാവരം സ്വദേശിനിയായ ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീ കൊണ്ടുവന്ന ശിവൻ്റെ ജ്യോതിർലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നാണ് വിശ്വാസം. കാശി വിശ്വനാഥ ക്ഷേത്രവുമായുള്ള സാമ്യം കാരണം കാശിയിൽ പാതി കൽപ്പാത്തി എന്ന പഴഞ്ചൊല്ല് തന്നെ ഉണ്ട്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ കാശി വിശ്വനാഥ പ്രഭുവും, അതായത് ശിവഭഗവാനും പത്നി പാർവതീ ദേവിയുമാണ്. എല്ലാ വർഷവും 10 ദിവസത്തെ രഥോത്സവം നവംബർ മാസത്തിലാണ് നടക്കുക. കേരളത്തിലെ ഏറ്റവും ആകർഷകമായ ഉത്സവങ്ങളിൽ ഒന്നാണിത്. ആദ്യത്തെ 4 ദിവസം പാലക്കാടിൻ്റെ സാംസ്കാരിക ആഘോഷവും കൂടിയാണ്. വേദപാരായണവും സാംസ്കാരിക പരിപാടികളും ഈ 4 ദിവസം ക്ഷേത്രങ്ങളിൽ നടക്കുന്നു. 700 വർഷം പഴക്കമുണ്ടെന്ന് കരുതുന്നു. അവസാനത്തെ 3 ദിവസം ഭഗവത് പ്രതിഷ്ഠയോടുകൂടിയ അലങ്കരിച്ച ദേവരഥം തെരുവിലൂടെ ക്ഷേത്രത്തിലേക്ക് വലിക്കുവാനായി ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ എത്താറ്. രഥോത്സവം ഇനി നടക്കാൻ പോകുന്നതേ ഉള്ളൂ. നമുക്ക് ക്ഷേത്രത്തിലൊന്ന് പോയി തൊഴാനേ സാധിച്ചുള്ളൂ. ബാക്കി നേർക്കാഴ്ചയായി കാണാവുന്നതാണ്.